സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ഈ ആഴ്ച ശക്തിപ്പെടുന്നതാണ് കേരളത്തിൽ മഴ കനക്കാൻ കാരണമാകുന്നത്. ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. വിവരങ്ങളുമായി പ്രശാന്ത് തുടരുന്നുണ്ട്. പ്രശാന്ത്, ഈ ഒരു മഴയുടെ മുന്നറിയിപ്പ് വരികയാണ്. കനത്ത മഴ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയുന്നത്, അല്ലേ? കനത്ത മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ, അതായത് അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴ ലഭിക്കും എന്നതടക്കമുള്ള മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് വരുന്നത്. കാലവർഷം നേരത്തെ എത്താൻ സാധ്യതയുണ്ടെന്നടക്കമുള്ള മുന്നറിയിപ്പുകൾ ലഭിക്കുന്നു. ഈ ആഴ്ച അവസാനത്തോടു കൂടി തന്നെ തെക്കൻ ബംഗാൾ ഉൾക്കടലിൻ്റെ ചില ഭാഗങ്ങളിലും ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിലും തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എത്തും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെയൊക്കെ സ്വാധീനപരമായിട്ടാണ് മഴ ശക്തമാകുക എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നും പറയുന്നത്. അടുത്ത ഈ 14-ാം തീയതി മുതലായിരിക്കും മഴ ശക്തമാകുക. 14-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും അതോടൊപ്പം തന്നെ ഇടിമിന്നലിനും 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നു. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണിത്. കൂടുതൽ വരും ദിവസങ്ങളിൽ ഈ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നതോടുകൂടി തന്നെ ഇതിൻ്റെ അതായത് മഴയുടെ പ്രവചനത്തിൻ്റെ രീതി മാറാനുള്ള സാധ്യതയുമുണ്ട്. ഈ നിലവിൽ ഈ 14-ാം തീയതി 4 ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചതെങ്കിൽ അടുത്ത വരും മണിക്കൂറുകളിലൂടെ ഈ ന്യൂനമർദ്ദത്തിൻ്റെ സാധ്യതകൾ കൂടി കണക്കിലായിക്കൊണ്ട് കൂടുതൽ ജില്ലകളിലേക്ക് ചിലപ്പോൾ യെല്ലോ അലർട്ട് ഏർപ്പെടുത്താനുള്ള സാധ്യതകളും തള്ളിക്കളയാനില്ല. എന്തായാലും മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ നേരത്തെ കാലവർഷം കേരളത്തിലേക്ക് പ്രവേശിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ഈ പ്രവചനമായിട്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. അമൽ, വ്യക്തമാണ്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക്. മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് UGയിൽ ഉയർന്ന ക്രമക്കേട് ആരോപണങ്ങളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പരീക്ഷ റദ്ദാക്കി. മെയ് 3-ന് രാജ്യവ്യാപകമായി നടന്ന പരീക്ഷാ നടപടികളാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയത്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണത്തിനും ഉത്തരവിട്ടു. ബീഹാർ, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പരീക്ഷയ്ക്ക് മുൻപേ ചോദ്യപേപ്പർ ചോർന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് കേസ് CBIക്ക് വിടാൻ തീരുമാനിച്ചത്. പുനഃപരീക്ഷയ്ക്കായി വിദ്യാർത്ഥികൾ വീണ്ടും പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ടതില്ല. പുനഃപരീക്ഷയ്ക്കായി പുതിയ അഡ്മിറ്റ് കാർഡുകൾ NTA വെബ്സൈറ്റ് വഴി ലഭ്യമാക്കും. പുനഃപരീക്ഷയുടെ പുതുക്കിയ തീയതി വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും.